ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പബ്ലിക് എക്സാം പൊതുപരീക്ഷ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവർക്ക് അവരുടെ മസായിലുൽ ഫിഖ് ഉപകാരപ്പെടുത്താവുന്ന ഒരു ചോദ്യ പേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തത് എന്താണ്? കോളത്ത് ശരിയായപ്പെടുത്താനാണ്. ജുമാ നിസ്കാരം ഫർളാണ്. ആർക്കാണ് ജുമാ നിസ്കാരം ഫർള്? പുരുഷന്മാർക്ക് എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. പിന്നെന്താണ്? നോമ്പുകാരന് പകൽ സമയത്ത് സുഗന്ധം ഒഴിവാക്കൽ. എന്താണ്? നോമ്പുകാരന് പകൽ സമയത്ത് സുഗന്ധം ഒഴിവാക്കൽ നോമ്പിൻ്റെ സുന്നത്താണ്. നോമ്പിൻ്റെ സുന്നത്ത് എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. ഇനി ഞങ്ങൾക്കു നൽകണമേ. എന്താണ് ഞങ്ങൾക്കു നൽകണമേ എന്നതിൻ്റെ അറബി? ഹബിലന ഞങ്ങൾക്ക് നൽകണമേ എന്നാണ്. വർഹംന ഞങ്ങൾക്ക് കരുണ ചെയ്യണമേ എന്നാണ്. അടുത്തത് ഹുതുബയുടെ റുക്കിനുകൾ. ഹുതുബയുടെ റുക്കിനുകൾ 5 ഹുതുബയുടെ റുക്കിനുകൾ 5, ഹുതുബയുടെ ഷർത്തുകൾ 8. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് ലുഹറിൻ്റെ സമയത്താവുക. എന്താണ്? ലുഹറിൻ്റെ സമയത്താവുക എന്നത് ഹുതുബയുടെ ഷർത്താണ്. അടുത്തത് ജുമാക്ക് ഉണ്ടായിരിക്കേണ്ട ആളുകളുടെ എണ്ണം 40 ആളുകൾ ഉണ്ടാവണം. ജുമയുടെ ശരിയാവാൻ പരിഗണിക്കപ്പെടുന്ന 40 ആളുകൾ ഉണ്ടാവുക. അത് ജുമയുടെ ഷർത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 40 എന്ന് ടിക്ക് ചെയ്യാം. സിറാത്തൽ മുസ്തഖീം നമുക്ക് ഓപ്ഷൻ ഡി നേർമാർഗം. സിറാത്തൽ മുസ്തഖീം ഓപ്ഷൻ ഡി നേർമാർഗം എന്നത് അടയാളപ്പെടുത്താം. ഇയ്യാക നഅ്ബുദു എന്താണ്? ഓപ്ഷൻ എ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഓപ്ഷൻ എ. ഇനി യൗമിദ്ദീൻ എന്താണ്? പ്രതിഫലം നൽകുന്ന നാൾ. ഓപ്ഷൻ ഇ പ്രതിഫലം നൽകുന്ന നാൾ. അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവർ. ഓപ്ഷൻ സി നീ അനുഗ്രഹിച്ചവർ. ഓപ്ഷൻ സി നീ അനുഗ്രഹിച്ചവർ. ഇനി വ ഇയ്യാക നസ്തഈൻ. ഓപ്ഷൻ ബി നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇയ്യാക നസ്തഈൻ വ ഇയ്യാക നസ്തഈൻ ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു. അപ്പോൾ അത് അതിൻ്റെ ഓപ്ഷൻ ബി അടയാളപ്പെടുത്താം. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ശർഈയായ കാരണമില്ലാതെ ഡാഷ് ജുമ ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ സീല് വെക്കപ്പെടും. 3 ജുമ ഒഴിവാക്കിയാൽ. അടുത്തത് ഹലാലായ ഡാഷ് കിലോമീറ്റർ ദൂരമുള്ള യാത്രയിൽ കസ്റാക്കി നിസ്കരിക്കാവുന്നതാണ്. എത്രയാണ്? 132 കിലോമീറ്റർ ദൂരമുള്ള യാത്രയിൽ കസ്റാക്കി നിസ്കരിക്കാം. ഇനി എന്താണ്? ദഹബൽ ലമഉ വബ്തലത്തിൽ ഉറൂഖു വസബത്തിൽ അജ്റു ഇൻഷാ അല്ലാഹ്. നോമ്പ് തുറന്ന ഉടനെ ചൊല്ലാനുള്ള ദിക്ർ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നത്. അതൊക്കെ മനസ്സിലാക്കി പഠിക്കണം. ഇനി എന്താണ്? നോമ്പ് അനുഷ്ഠിച്ചവന് അന്ത്യനാളിൽ ഡാഷ് ശുപാർശ ചെയ്യും. എന്താണ്? അന്ത്യനാളിൽ റമളാൻ ശുപാർശ ചെയ്യും. നോമ്പ് അനുഷ്ഠിച്ചവന് അന്ത്യനാളിൽ റമളാൻ ശുപാർശ ചെയ്യും. അപ്പോൾ റമളാൻ എന്ന് എഴുതാം. ഇനി ഹലാലായ യാത്രയിൽ ഡാഷിൽ കിബിലക്ക് മുന്നിടൽ നിർബന്ധമില്ല. എന്താണ്? സുന്നത്ത് നിസ്കാരത്തിൽ. ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ കിബിലക്ക് മുന്നിടൽ നിർബന്ധമില്ല. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ജംഉം കസ്റും പറ്റാത്ത നിസ്കാരം ഏത്? എന്താണ് ജംഉം കസ്റും പറ്റാത്ത നിസ്കാരം? സുബ്ഹാണ്. സുബൈക്ക് ജംഉം കസ്റും പറ്റൂല. നമുക്ക് 2 റക്അത്തുള്ള നിസ്കാരമാണ്. അത് ചുരുക്കാനോ ഇനി ഇഷായിലേക്കോ ളുഹറിലേക്കോ ഒന്നും നിസ്കരിക്കാനും പറ്റൂല. അതാണ് ജംഉം കസ്റും പറ്റാത്ത നിസ്കാരം സുബ്ഹാണ്. ഇനി അടുത്തത് പുരുഷന്മാർ ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കുന്നതിൻ്റെ വിധി എന്ത്? എന്താണ്? ഫർള് കിഫായയാണ്. പുരുഷന്മാർക്ക് ജമാഅത്തായി നിർവഹിക്കൽ ഫർള് കിഫായയാണ്. അപ്പോൾ ഫർള് കിഫായ എന്ന് എഴുതാം. ഇനിയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഏത് ഭാഷയിലാണ് ഖുതുബ നിർവഹിച്ചത്? അറബി ഭാഷയിലാണ് ഖുതുബ നിർവഹിച്ചത്. അടുത്തത് അല്ലാലീൻ എന്നതിൻ്റെ അർത്ഥം. അല്ലാലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പിഴച്ചവരുടെ മാർഗത്തിലല്ല, വഴി പിഴച്ചവരുടെ മാർഗത്തിലല്ല എന്നതാണ്. അടുത്തത് ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അശക്തരായവർ ആരാണ്? ദുആ ചെയ്യാത്തവരാണ്.
ജനങ്ങളിൽ വെച്ച് ഏറ്റവും അശക്തരായവർ ദുആ ചെയ്യാത്തവരാണ്. അടുത്തതാ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാൻ. നോമ്പിൻ്റെ ഫർളുകൾ ഏതെല്ലാം? നോമ്പിൻ്റെ ഫർളുകൾ ഏതൊക്കെയാണ്? നോമ്പിൻ്റെ ഫർളുകൾ 2ആണ്. ഒന്ന് നിയ്യത്ത് ചെയ്യുക. 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക. എല്ലാ ദിവസവും രാത്രി നിയ്യത്ത് ചെയ്യുക. 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ഇതാണ് നോമ്പിൻ്റെ ഫർളുകൾ. അടുത്തത് ഇരുന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെയാണ് റുക്കൂ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇരുന്ന് നിസ്കരിക്കുന്നവർ റുക്കൂ ചെയ്യേണ്ടത്? കാൽമുട്ടിൻ്റെ മുൻഭാഗത്തേക്ക് നെറ്റി നേരിടുന്ന നിലക്ക് കുനിഞ്ഞാൽ ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ റുക്കൂ ആകും. കാൽമുട്ടിൻ്റെ മുൻഭാഗത്തേക്ക് നെറ്റി നേരിടുന്ന നിലക്ക് കുനിഞ്ഞാൽ ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ റുക്കൂ ആകും. അടുത്തതാ ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ 2 എഴുതുക. ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങൾ: മഴ പെയ്യുമ്പോൾ, റമളാനിൽ, അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം, പിന്നെ വെള്ളിയാഴ്ച, 5 വക്ത് നിസ്കാരങ്ങളുടെ ശേഷം, അർദ്ധരാത്രിയിൽ. ഇതൊക്കെ ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളാണ്. അപ്പോൾ അവിടുന്ന് 2 എഴുതുക. അടുത്തത് എന്താണ്? വെള്ളിയാഴ്ച സുബ്ഹിന് ശേഷം യാത്ര പോവൽ ഹറാമാണ്. ആർക്കാണ്? വെള്ളിയാഴ്ച സുബ്ഹിന് ശേഷം യാത്ര പോവൽ ഹറാമാണ്. ജുമുഅ നഷ്ടപ്പെടുമെന്ന് വന്നാൽ യാത്ര പോവൽ ഹറാമാണ്. വെള്ളിയാഴ്ച ജുമുഅ നഷ്ടപ്പെടുമെന്ന് വന്നാൽ അവർ യാത്ര പോവൽ ഹറാമാണ്. അടുത്തെന്താണ്? ഖുതുബ നിർവഹിക്കാതെ ജുമുഅ സ്വഹീഹാവുകയില്ല. എന്തുകൊണ്ടാണ്? ഖുതുബ നിർവഹിക്കൽ ജുമുഅയുടെ ഷർത്താണ്. നിസ്കാരം പോലെ ഒരു ഇബാദത്താണ് ഖുതുബ. അപ്പോൾ ഷർത്തുകൾ പൂർണ്ണമായിട്ടില്ലെങ്കിൽ ജുമുഅ ശരിയാവുകയില്ല. അപ്പോൾ ജുമുഅ നിസ്കാരത്തിൽ ഖുതുബ നിർവഹിക്കൽ ജുമുഅയുടെ ഷർത്താണ്. ഷർത്ത് പൂർണ്ണമായിട്ടില്ലെങ്കിൽ ജുമുഅ സ്വഹീഹാവുകയില്ല. അടുത്ത പിന്തിച്ച് ആക്കുന്നവൻ ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് എന്താണ് കരുതേണ്ടത്? പിന്തിച്ച് ജമാക്കുന്നവൻ ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് ഈ നിസ്കാരം അടുത്തതിലേക്ക് പിന്തിച്ച് ജമാക്കുന്നു എന്ന് മനസ്സിൽ കരുതണം. അപ്പോൾ അത് മനസ്സിലാക്കട്ടോ. അടുത്തത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ 2 എഴുതുക. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ 2. തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ തടിയുള്ള വല്ല വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക. ഇത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് 2 എഴുതുക. അടുത്തത് എന്താണ്? അടിമ അർ-റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എന്ത് പറയും? എന്താ പറയുക? എൻ്റെ അടിമ എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറയും. എൻ്റെ അടിമ എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയും. അപ്പോൾ അതുപോലെ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു എന്താ പറയുക? എൻ്റെ അടിമ എന്നെ മഹത്വൽക്കരിച്ചിരിക്കുന്നു. ഒക്കെ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അൽഹംദുലില്ലാ പറഞ്ഞാൽ എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറയും. ഒക്കെ മനസ്സിലാക്കണം കേട്ടോ. ഇനി എന്താണ്? 2 ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചൊരു കുറിപ്പ് എഴുതാനാണ്. എന്താ വന്നത്? ജമാഅത്ത് നിസ്കാരത്തിൻ്റെ അദബുകൾ എഴുതണം. ധൃതിയില്ലാതെ നടന്നു പോവുക, ഇഖാമത്തിനു ശേഷം എഴുന്നേൽക്കുക, സഫ് ശരിയാക്കുക, ആളുകൾക്കിടയിൽ വിടവില്ലാതിരിക്കുക, സഫുകൾക്കിടയിൽ 3 മുഴത്തിലധികം അകലം ഇല്ലാതിരിക്കുക, ഇമാമിൻ്റെ കൂടെ ഒരു മഅ്മൂം മാത്രമാണെങ്കിൽ അല്പം പിറകിലായി വലതുഭാഗത്തും നിൽക്കുക, പിന്നീട് എത്തുന്നവർ ഇടതുഭാഗത്ത് നിൽക്കുക, ശേഷം 2 പേരും ഒരുമിച്ച് ഇമാമിൻ്റെ നേരെ പിറകിലേക്ക് സൊഫായി ഇറങ്ങി നിൽക്കുക. ഇതൊക്കെ ജമാഅത്തിൻ്റെ അദബാണ്, സുന്നത്തുകളുമാണ്. ജമാഅത്തിൻ്റെ സുന്നത്തുകൾ ചോദിച്ചാലും ഇത് തന്നെ എഴുതാൻ മനസ്സിലാക്കണം കേട്ടോ. ഇനി ജുമുഅ ഖുതുബയെ കുറിച്ചിട്ടാണ് എഴുതാൻ വന്നത്. അറബി അല്ലാത്ത ഒരു ഭാഷയിലും അത് നിർവഹിക്കാൻ പാടില്ല. ജുമുഅ നിസ്കാരത്തിന് മുമ്പ് അറബിയിൽ 2 ഖുതുബ നിർവഹിക്കൽ ജുമുഅയുടെ ഷർത്താണ്. നിസ്കാരം പോലെ ഒരു ഇബാദത്താണ് ഖുതുബ. അതിന് ഷർത്തുകളും റുക്നുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മുൻകഴിഞ്ഞ മഹാന്മാരും അറബിയിൽ മാത്രമാണ് ഖുതുബ നിർവഹിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കൽ ബിദ്അത്തും ലൊലാലത്തുമാണ്. ഇത്രയും നമുക്ക് ജുമുഅ ഖുതുബയെ കുറിച്ചിട്ട് എഴുതാം. പിന്നെ അടുത്തത് വന്നത് സയ്യിദുൽ അയ്യാം, വെള്ളിയാഴ്ചയെ കുറിച്ചിട്ടാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്. സയ്യിദുൽ അയ്യാം എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ നേതാവ്.
വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്. വിശ്വാസികളുടെ ആഘോഷ ദിവസമാണ്. പുരുഷന്മാർ നേരത്തെ പള്ളിയിൽ എത്തിച്ചേരും. വെള്ളിയാഴ്ച ആദ്യ സമയത്ത് പള്ളിയിൽ എത്തുന്നവർക്ക് ഒട്ടകത്തെ അറുത്തു ദാനം ചെയ്യുന്ന പ്രതിഫലമുണ്ട്. വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്തുള്ള ഒരു പ്രത്യേക സമയമുണ്ട്. ഒരാഴ്ചയുടെ പാപം പൊറുക്കാൻ ജുമുഅ കാരണമായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയും ബുദ്ധിയും സ്വതന്ത്രരും ശർഈയായ ഉദറുകളില്ലാത്തവരുമായ എല്ലാ പുരുഷന്മാർക്കും ജുമുഅ നിർബന്ധമാണ്. ശർഈയായ കാരണമില്ലാതെ 3 ജുമുഅ ഒഴിവാക്കാൻ പാടില്ല. ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ സീല് വെക്കപ്പെടുമെന്ന് ഹദീസിലുണ്ട്. ജുമുഅ നഷ്ടപ്പെടുമെന്ന് വന്നാൽ വെള്ളിയാഴ്ച സുബഹിന് ശേഷം യാത്ര പോവൽ ഹറാമാണ്. ഇതൊക്കെ വെള്ളിയാഴ്ചയെക്കുറിച്ച് എഴുതാം. അല്ലെങ്കിൽ ജുമുഅക്ക് ആദ്യം എത്തുന്നവർക്കുള്ള പ്രതിഫലവും രണ്ടാമത് എത്തുന്നവർക്കുള്ള പ്രതിഫലം അതൊക്കെ ചേർത്തിട്ട് നമുക്കവിടെ 5 വരി കുറയാതെ എഴുതാം. പിന്നെ ജംഉം കസ്റും ആണ് എഴുതാൻ വന്നത്. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്ത് വീതമായി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് കസ്റ് എന്ന് പറയുന്നത്. ളുഹർ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് തന്നെ അസറിനെ മുന്തിച്ച് ജംആക്കുന്നു എന്ന് മനസ്സിൽ കരുതണം. ഇനി പിന്തിച്ച് ജംആക്കുകയാണെങ്കിൽ ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് ഈ നിസ്കാരം അടുത്തതിലേക്ക് പിന്തിച്ച് ജംആക്കുന്നു എന്ന് മനസ്സിൽ കരുതണം. അല്ലെങ്കിൽ അത് ഖളാ ആയി പോകും. അസറിനെ ളുഹറിൻ്റെ സമയത്തേക്ക് മുന്തിച്ചും ളുഹറിനെ അസറിലേക്ക് പിന്തിച്ചും ജംആക്കാവുന്നതാണ്. 132 കിലോമീറ്റർ ദൂരമുള്ള ഹലാലായ യാത്രയിലാണ് ജംഉം കസ്റും അനുവദനീയമായത്. അപ്പോൾ ഇത്രയും ജംഉം കസ്റിനെയും കുറിച്ചിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഓരോ ജുമയുടെ ഹുതുബയുടെ ഷർത്തുകൾ, ഹുതുബയുടെ റുക്നുകൾ, ജമാഅത്തിൻ്റെ ഷർത്ത് ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കണം. ഇതൊക്കെ ഇതുപോലെ എഴുതാമെന്ന് നമുക്ക് എഴുതാൻ കഴിയണം. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ കണ്ടിക്കുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.